ഇന്നത്തെ ദിവസം എനിക്ക് കോൺട്രവേഴ്സിയും കാര്യങ്ങളും ഡിലീറ്റ് ചെയ്തോ ഡിലീറ്റ് ആക്കി. ഓക്കെ കഴിച്ചോ കണ്ണവൻ കഴിച്ചോ ഓക്കെ ഓർഡർ ചെയ്തരാം ഇവിടെ ആൾക്കാർക്ക് പൈസ പിരിക്കുമ്പോ നിനക്ക് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തരാം നിനക്ക് രണ്ട് വന്നല്ലോ അധികം ആരും അറിയാത്ത എന്നാൽ ഒരു തവണയെങ്കിലും നിങ്ങൾ കേൾക്കേണ്ട ഒരു പ്രതികാരത്തിന്റെ കഥയുണ്ട്. ഒരു 16 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്പേസ് എക്സിന്റെ സ്ഥാപകൻ എലൻ മസ്ക് കടം വാങ്ങിയ കാശ് തിരിച്ചടയ്ക്കാനാകാതെ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയ സമയം. തന്റെ സ്വത്തിന്റെ പകുതിയിൽ അവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് എലൻ മസ്കിന്റെ ഭാര്യ നോർവേ കുടുംബ കോടതിയിൽ ഒരു ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യുന്നു. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി വിധിയും തിരിച്ചടിയായതോടെ മസ്ക് വട്ടപ്പൂജ്യത്തിലേക്ക് എത്തുന്നു. എന്നാൽ വിട്ടുകൊടുക്കാൻ ഭാവമില്ലെന്നുറപ്പിച്ച അദ്ദേഹം 4 വർഷങ്ങൾ കൊണ്ട് തന്റെ കമ്പനിയുടെ മൂല്യം 127 ബില്യണിലേക്ക് ഉയർത്തി ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഒന്നാമതെത്തുന്നു. അന്ന് ട്വിറ്റർ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളിൽ തന്നെ ബ്ലോക്കാക്കി നാടുവിട്ട ഭാര്യയെ മസ്ക് അപ്പോഴും മറന്നില്ല. $44 ബില്യൺ ട്വിറ്റർ തന്റെ സ്വന്തം പേരിലാക്കി തന്റെ മുൻ ഭാര്യയെ ട്വിറ്ററിൽ ആജീവനാന്തം വിലക്കി എലൻ മസ്ക് തന്റെ മധുര പ്രതികാരം അങ്ങ് വീട്ടി. അല്ലേലും പണ്ടാരോ പറഞ്ഞതുപോലെ കർമ്മ അതൊരു ബൂമറാങ് പോലെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ തേടി എത്തിയിരിക്കും. അക്കൗണ്ട് ഡിലീറ്റ് ആക്കി കളയാൻ വേണ്ടി അതങ്ങ് മേടിച്ച് പേരും മാറ്റി. നമ്മളായിരുന്നാലും ഇങ്ങനെ ചെയ്തല്ലേ ബോബോയ്. എടാ ഒരു ഫുഡ് ഓർഡർ ചെയ്യാൻ നിന്നെ ഒരുത്തി മൂഞ്ചിച്ചാല് നിനക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അവളെ കള്ളിയാണെന്നൊക്കെ പറഞ്ഞ പറ്റും. ഇവിടെ വന്നിരുന്ന് ലൈവ് ഇട്ടിട്ട് 2 ദിവസം കരയാം, മനസ്സിലായോ? പിന്നെ ഒരു 10 ദിവസം വെള്ളം അടിക്കാം, പിന്നെ ഒരു മാസം സ്ട്രീം വരാതിരിക്കാം. മാക്സിമം എക്സ്റ്റെൻഡ് അവിടെയാണ് നിനക്ക്, മനസ്സിലായോ? ഞാനും ബോബോയ് അടക്കുന്ന ഇൻസ്റ്റാഗ്രാം മേടിക്കാൻ നോക്കിയായിരുന്നു അല്ലേ ബോബോയ്? നമ്മളത് ഇടയ്ക്കത് ഇൻസ്റ്റാഗ്രാം മേടിക്കാൻ നോക്കിയോ, അയാൾ വിൽക്കുന്നില്ലെന്ന് പറഞ്ഞു. വളരെ നല്ല ഗൈസ്, എല്ലാവർക്കും വെൽക്കം സ്ട്രീം. അപ്പൊ നമ്മുടെ ചാരിറ്റി സ്ട്രീമിൽ എല്ലാവരും ഡൊണേറ്റ് ചെയ്യാ. മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യൻ മാത്രമേ വരുള്ളൂ, മുകളിൽ നിന്ന് ആരും വരില്ല. മനുഷ്യരുടെ ഒത്തൊരുമയാണ് വേണ്ടുന്നത്. மனுஷனை காப்பாத்த மனுஷன் தான் வருவான், மேல இருந்து ஒண்ணு வராது. கடவுள் மேல இருக்காரு, மனுஷன் தான் பூமியில இருக்கான். மனுஷன் தான் காப்பாற்ற முடியும். இது மனுஷன் வாழ்றதுக்கான இடம். மனுஷன் சகோதரத்தோட சந்தோஷமா அன்பை பரிமாறிக்கிட்டு வாழணும். மதத்தை சொல்லி கடவுளே பிரிக்கிறாங்க. கடவுளுக்கு மனுஷனோட மதம் அவசியம் இல்லாது. தயவு செஞ்சு நம்புங்க, ப்ளீஸ் நம்புங்க. தேங்க்யூ சோ மச். സത്യമല്ലേ? അത് സത്യമുള്ള കാര്യമാണ്. എവിടെയാണെങ്കിലും ആരെനി മണ്ണിന്റെ അടിയിൽ പോയാലും എവിടെ പോയാലും മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യൻ തന്നെ വരണം. അതില് എന്നൊരു ദൈവമല്ലേ ഞാൻ പറയാം, മറ്റേ അങ്ങനത്തെ രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ എൻഡ് ഓഫ് ദി ഡേ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ ഇപ്പം നമ്മൾ എന്തെങ്കിലും നാട്ടിലൊരു ഇഷ്യൂ വരുമ്പോഴത്തേക്കിന് മറ്റേ തമിഴ്നാട്ടുകാരെ പാണ്ടിക്കാരെന്നും അതും ഇതും എന്നൊക്കെ പറഞ്ഞ് നമ്മളിരുന്ന് കളിയാക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ഇന്നലെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മുടെ ഇവിടുത്തെ സെലിബ്രിറ്റികളുടെയൊക്കെക്കാൾ ഏറ്റവും മുമ്പേ ഈ ഒരു ഫണ്ടിലേക്ക് ആദ്യം ഡൊണേറ്റ് ചെയ്തത് വിജയും സൂര്യ, ജ്യോതിക, കാർത്തിക്, അവർ 3 പേരും നല്ലൊരു എമൗണ്ട് 50 ലക്ഷം രൂപ എന്തോ കൊടുത്ത് ഇതിന് വേണ്ടിയിട്ട്. അവർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. എന്തിന്റെ ആവശ്യം? അപ്പം നമ്മുടെ നാട്ടിൽ ഇത്രയും സെലിബ്രിറ്റീസ് ഉള്ളപ്പം അവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അവര് ചെയ്തു. ഇന്ന് മധുരയിൽ പച്ചക്കറിയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിലും നമ്മള് ഒരു സൈഡിലും പറ ചേട്ടാ 1,30,000 കടന്നു. 1,30,000 കഴിഞ്ഞു. സത്യം ഇല്ല ബ്രോ ഇല്ല മാറിയിട്ടില്ല. ഒറ്റയടിക്ക് റേസ് ആക്കിയതാരാ? അത് എല്ലാരോടാണ്? അല്ല, കൊറേ അടുപ്പിച്ച് കൊറേ ഒരുമിച്ച് വന്ന 5K ഒക്കെ വെച്ചിട്ട് അടുപ്പിച്ച് കൊറേ വന്ന. ഓ വിഷയം അത്ര ഉള്ളണ. അന്ന് സ്ട്രീം മൊത്തത്തിൽ 1 lakh ആക്കാനല്ലേ നോക്കിയത്? ഗൈസ്, എന്റെ സ്ട്രീമിന്റെ ടാർഗറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് മിറേഡ് ആയിട്ടായിരിക്കും കാണുന്നത്, എന്നാലും നിങ്ങൾ റീഡ് ചെയ്തെടുത്തോ. 1,30,375 രൂപ ലൈവ് ഇട്ടാ. ഇതാണ് ഇപ്പം ഇതിനകത്തു നിന്ന് പൈസ അയച്ച ആൾക്കാരാണ് മുമ്പേ പറഞ്ഞ റിയൽ ദൈവങ്ങൾ. ക്യാമറ ബ്ലർ ആവുന്നല്ലോ.
18 മിനിറ്റ് ആണ്, 18 മിനിറ്റിലാണേ ലൈവ് തുടങ്ങി. 18 മിനിറ്റ് 18 മിനിറ്റ് 1,30,000 രൂപ. 1,30,000 രൂപ 18 മിനിറ്റില്. ഓ ബാംസാട്ട് 18 മിനിറ്റിലോ? 18 മിനിറ്റിൽ 1,30,000 രൂപ. ഇത് ഈ ക്രെഡിറ്റ് എനിക്കല്ല കേട്ടാ, നിങ്ങൾക്കാണ്. ഈ ക്രെഡിറ്റ് എനിക്കല്ല, നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കുമാണ്. നമ്മൾ മലയാളികൾക്കാണ്. മനസ്സിലായ? അത്രേ ഉള്ളു. അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. നമുക്ക് വേറെ ഒന്നിനും റിപ്ലൈ കൊടുക്കാനില്ല. വാ നമുക്ക് ഗൈസ്, നിങ്ങളെ കൊണ്ടാവുന്ന എമൗണ്ടുകൾ ഇതിലേക്ക് അയക്കുക. ലെറ്റ്സ് ഗോ. നമുക്കൊരു നല്ല ടാർഗറ്റ് എത്താൻ പറ്റട്ടെ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലൈവ് നിർത്തി പോവാണോ? എടാ ഞാൻ പറഞ്ഞല്ലോ, എത്ര നേരം ഇവിടെ ഇരിക്കാൻ പറ്റുമോ അത്ര നേരം നമ്മൾ ഇരുന്ന് നമ്മൾ ഇന്നത്തെ ഫണ്ട് കളക്ട് ചെയ്യും. ഓക്കെ, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. വാട്ട് മേക്സ് യു ഹാപ്പി? சார் தாடி சேவ் பண்ணிடலாமா? ஒரு வாட்டி சொன்னா தாடி சேவ் பண்ணிடலாமா? இன்னும் ஒரே வாட்டி தாடி சார் தாடி சேவ் பண்ணிடலாமா? பண்ணுனா 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 பண்ணு പണ്ണി. എടാ നമ്മള് റെഗുലർ ആയിട്ട് മറ്റേ വീട്ടിൽ ഷേവ് ചെയ്യുന്നവരടുത്തൊന്നും ബാർബർ ഷോപ്പിൽ പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ട്രിമ്മർ മേടിച്ച് വീട്ടിൽ ചെയ്യാമെങ്കിൽ പിന്നെ ബാർബർ ഷോപ്പിൽ കാശ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? സത്യം. അല്ല പിന്നെ അത് സത്യമാണ്. പിന്നെ അതിന്റെ ആവശ്യം അത് പറഞ്ഞ 3 പേര് കണ്ണാപ്പി. അടാ എനിക്ക് താടിയുണ്ട്, എനിക്ക് ആവശ്യത്തിന് താടിയുണ്ട്. അടാ താടി ഇല്ലാത്തവരുടെ കാര്യം ഇരിക്കുന്നു. ഡിസ്കോഡ് ലൈവ് വേണ്ട We the zombies, അതാണ്. We the zombies made it, guys. We the zombies. 916 തൃശ്ശൂർക്കാരനാണ്. അയ്യോ guys, ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. നമ്മൾ ഇനി ലേറ്റ് നൈറ്റ് ലൈവും കൂടെ, അതായത് ഞങ്ങളുടെ POV ഇല്ലെങ്കിൽ രാത്രി വരെ ഞങ്ങളിപ്പോ ലേറ്റ് നൈറ്റ് RPകളിൽ തിരിച്ചു വന്നു. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഉറപ്പ് തരാം, ഇനി ഒരു സിറ്റുവേഷനിൽ പോലും ഞാൻ ഇല്ലാതിരിക്കൂല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി TV ആയിട്ട് എത്ര രാത്രിയിൽ ഏത് ഗെയിം കളിക്കുമ്പോഴാണെങ്കിലും ഒരു സിറ്റുവേഷൻ ട്രിഗർ ആയാൽ 5 മിനിറ്റിൽ ഞങ്ങൾ സിറ്റിയിൽ ഉണ്ടാവും. ആൻഡ് ഇനി അത് അങ്ങനെ തന്നെ കളിക്കാനാണ് തീരുമാനം. അത്രേ ഉള്ളൂ. നിങ്ങൾ 2 ദിവസമായിട്ട് സ്നൈപ്പിന്റെ ഇറ്റാച്ചിലൊക്കെ ലൈവ് നോക്കിയാൽ മതി. ലേറ്റ് നൈറ്റ് ഞങ്ങളുണ്ട്. ഇനി അങ്ങനെ കളിക്കുന്നുള്ളൂ. ഇനി അങ്ങനെ സത്യമായിട്ട് സീരിയസ് ആയിട്ട് ഇനി അങ്ങനെ കളിക്കുന്നുള്ളൂ. കുറെ നാളെ നമ്മൾ മാറിയിരുന്നു. ഇനി അങ്ങോട്ട് കളിക്കുന്നുള്ളൂ. ആൻഡ് നമ്മൾ അങ്ങനെ കൊണ്ടുപോകാനുള്ളൊരു പ്ലാനിലാണ് ഇതിപ്പോ. ഉറപ്പിക്കാം. ആൻഡ് ഒരു കേസ് ഞാൻ പറയാം, ഒരാഴ്ചക്കുള്ളിൽ ഒരു സാധനം ഞാൻ ഇടും. ഇവിടെ കുറെ അവന്മാരുടെ വായിൽ കൊടുക്കാനുള്ള ഒരു സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനത് ഇടും. ഞങ്ങളിങ്ങനെ കുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അതപ്പോ ലെറ്റ് us cook. We will complete and upload it. Okay? ഈ ബംഗാളി തൃശ്ശൂർ പ്ലാൻ കേട്ടാ. ഒരു ബംഗാളി തൃശ്ശൂർ പ്ലാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതായിരുന്നു ബാബുവിന്റെ RP കഴിഞ്ഞ ദിവസത്തെ. എന്താണ് ഇത് നീ സംസാരിച്ചൂടെ? അതെന്താണ് നീ സംസാരിച്ചാലേ? തൃശ്ശൂർക്കാർ എന്ത് വൈരായി പറയുന്നതല്ലേ? എന്റെ പൊണ്ണി ഉണ്ടാക്കിയേ ആരുണ്ടാക്കിന്ന വാസത്തി പറയുന്നേ? മലയാളം നേരെ ചോദ്യം പോലും അറിയില്ല. സത്യം. ഇത് ഇറ്റാച്ചിയുടെ ലൈവ് കണ്ടവർക്ക് മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബംഗാളികളൊക്കെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുവാ? അയ്യോ ഇജാതി സാധനമൊക്കെ. വാസണ ഇതൊരു മൊബൈൽ ഗെയിമാണ് ഹൈപ്പർ ഫ്രണ്ട്. ഇത് ആക്ച്വലി ഈ ഇതിന് വാലെ കോപ്പി അടിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എന്തോ വലിയ പെനാൽറ്റി കൊടുക്കുന്നുണ്ട് വാലറന്റിന്റെ സൈഡിൽ നിന്ന്. ഈ ഗെയിം ടേക്ക് ഡൗൺ ചെയ്യും ഉടനെ. ഈ ഗെയിം ടേക്ക് ഡൗൺ ചെയ്യാൻ പോവാണ് ഹൈപ്പർ ഫ്രണ്ട്. ഇത് കറക്റ്റ് വാലറന്റ് തന്നെ. മൊബൈലിൽ നിങ്ങൾക്ക് കളിക്കാം. വാലറന്റ് ഇഷ്ടപ്പെടുന്നവര് തൽക്കാലം വേണേ കയറി കളിക്കാൻ തോന്നുന്നു. ഇത് സൂൺ ക്ലോസ് ആവും ഈ ഗെയിം. ഇതെന്തോ മൊബൈൽ സൂൺ വരുന്നുണ്ട്. ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തോന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങള് ഇത് ഓൾറെഡി ഇന്ത്യയില്ലല്ലോ, ഇന്ത്യയിലല്ലേ? ഓക്കെ. ഞങ്ങള് മറ്റേ വാലറന്റിന്റെ ഒഫീഷ്യൽ മീറ്റിംഗിൽ പോയപ്പോ അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കറന്റ്ലി വാലറന്റ് മൊബൈലിന്റെ കാര്യം ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ വെരി സൂൺ ഇറ്റ് വിൽ ബി എ റെവല്യൂഷണറി ചേഞ്ച് എന്നാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഗെയിമിംഗ് ഫീൽഡിൽ ഒരു അത്രയും വലിയൊരു ഇമ്പാക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന രീതിയിലായിരിക്കും എന്ന് പറഞ്ഞു. കാരണം അവർ അത്രയും ഒപ്റ്റിമൈസ്ഡ് ചെയ്തായിരിക്കും കൊണ്ടുവരുന്നത്. ആൻഡ് മൊബൈൽ സെർവർ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് പറയട്ടെ, വാലറന്റ് PC പോലെ തന്നെ മൊബൈലിൽ ഇറങ്ങുമ്പോൾ നമുക്ക് മുംബൈ സെർവർ ഉണ്ടാവും.
അതുകൊണ്ട് കോമ്പറ്റേറ്റീവ് വൈസ് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുക, കോമ്പറ്റേറ്റീവ് കളിക്കാനൊക്കെ താല്പര്യമുള്ളവർ വാലറന്റ് മൊബൈൽ വരുമ്പോഴേ കുറച്ച് സീരിയസ് ആയിട്ട് എയിം ഗ്രൈൻഡ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ മുംബൈയിൽ സെർവർ വരുന്നത് കൊണ്ട് ലാൻ ഇവന്റ്സ് ഇന്ത്യയിൽ വരാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, ലാൻ ഇവന്റ്സ് നല്ല രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വരുമ്പോഴേ കളിച്ചു തുടങ്ങണം. ഞാൻ ഇപ്പോഴേ പറയാം, നിങ്ങൾ BGMI ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് ആയിരുന്നു. നമ്മൾ ഇതിലോട്ട് വരാനുള്ള ബേസ് ആയിരുന്നു BGMI ഒക്കെ. ഇനിയും BGMIക്ക് ചാൻസ് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കറന്റ് കേരളത്തിൽ നിന്ന് വളരെ ടീംസ് കുറവാണ്. പക്ഷെ നിങ്ങൾക്ക് ഇനിഷ്യലി തന്നെ ഗ്രൈൻഡ് ചെയ്ത് തുടങ്ങിയാൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ഔട്ട് എടാ, ഇതുപോലെ തന്നെ ഇരിക്കും. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, വാലറിന്റെ ഇന്റർഫേസ് ഇങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വലിയ ചേഞ്ചസ് ഒന്നും വരുത്തല്ല. മിനി മാപ്പ്, പ്ലേയേഴ്സ്, നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനുള്ളത്, ക്രൗച്ച്, ജമ്പ്, യൂട്ടിലിറ്റീസ്, അതിലും വരുന്നത് ഈ സെയിം ഇന്റർഫേസ് ആയിരിക്കും. ഓപ്പറേറ്റർ വാലറിന്റെ വിശ്വസാണ് ആരെയും കേട്ടോ. ബഫറിംഗ് ഉണ്ടോ? ബഫറിംഗ് ഒന്നും ഇല്ല. എനിക്ക് ബഫറിംഗ് ഒന്നും ഇല്ലല്ലോ. എന്റെ ലൈവ് ഇവിടെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. എനിക്കിവിടെ കാണാമല്ലോ നന്നായിട്ട്. ബഫറിംഗ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. ബഫറിംഗ് ഉള്ളവർ എന്തെങ്കിലും ഉണ്ട്, അപ്ഡേഷൻ വല്ലതും വന്നതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. എടാ, എമൗണ്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യോ പൂച്ചക്കുട്ടി? പൂച്ചക്കുട്ടി, ഹലോ ഹലോ ഹലോ. ഇവൻ ഇവിടെ ഇല്ലേ? ആള് നാട് വിട്ടു. ആള് തെങ്കാശി വണ്ടി കയറിയാട്ടാ. തെങ്കാശി വണ്ടി കയറി. പോയേട്ടാ. ഇനി ബന്ധമില്ല. നീ നോ ബോർഡർ നോ ബന്ധം. ഒരു കത്തെന്തായാലും കിട്ടും. ഒരു ഹലോ കത്തെന്തായാലും എന്തായി? 1,83,000 ആയി. Let's go. 1,83,000 രൂപ. എന്റെ പൊന്നോ. പ്ലസ് നമ്മുടെ പ്രൈസ് പൂളും ഇതുകൂടെ ചേർക്കുമ്പോൾ എന്തായാലും 2.5 അടുപ്പിച്ച് ആക്കാൻ പറ്റും നമുക്ക്. ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ. ഇനി അടുത്ത ടാർഗറ്റ് എത്തുമ്പോഴത്തേക്ക് നീ പറഞ്ഞാൽ മതി കേട്ടാ. ഞാൻ ചോദിക്കാം, അന്നേരം ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി. ഓക്കെ കേട്ടാ, അത് ഗ്രൂപ്പില് നോക്കിയാൽ മതി. കാരണം വോയിസ് ഇടയ്ക്ക് ബഗ് ആവും ഇതില്. ഓക്കെ, ഞാൻ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിടാം. ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടെ. അവൻ മൈക്കോൺ ആക്കിയ ട്രെയിനിന്റെ സൗണ്ട് കേൾക്കുന്നു. തെങ്കാച്ചി വണ്ടിയിലൊക്കെ കയറിയത് അറിയിക്കട്ടോ തന്നെ. ഞാൻ ഓൾറെഡി വണ്ടിയിലാണ് നിർത്തിയിട്ടാണ് ആള് സംസാരിക്കുന്നത്. അയ്യോ അണ്ണാ, ഇത് വാൾപേപ്പർ ആക്ക്. എടാ, എന്റെ സിംഗിൾ മോണിറ്റർ ഉള്ളതാ. എനിക്ക് സിംഗിൾ മോണിറ്ററിൽ ഇട്ടാൽ ഇത് വലിയ ഭംഗി ഉണ്ടാവില്ല. ഇത് കണ്ടായിരുന്നു, ഇത് നല്ല വൈറ്റ് സ്ക്രീൻ ഉണ്ടായിരുന്നു. സിംഗിൾ മോണിറ്റർ ഇട്ടാൽ വലിയ രസം ഉണ്ടാവില്ല കാണാൻ. കൊള്ളാം, സാധനം കൊള്ളാം. എന്റെ മോൾക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ലവ് മാരേജിന് നിൽക്കുന്നത്. ഫാമിലി സൈഡും കുഴപ്പമില്ല. ഞാൻ അവിടെ എല്ലാം അന്വേഷിച്ച് നീ നല്ല പഠിച്ചിട്ടുണ്ട്. വേറെ ദുശീലങ്ങളോ വലിയ കൂടി അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് കല്യാണത്തിന് അത്ര വലിയ എതിർപ്പില്ലാത്തത്. ഐ ആം ഓക്കെ. ശരി അങ്കിൾ. പപ്പ, ഞാൻ എന്റെ വീട്ടുകാരത്തൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വരാന്നത്. അതെ, അവിടെ നിന്നേ. എന്തോ അങ്കിളെ, ഇനി പ്രശ്നം. എന്റെ ഫോൺ ചെക്ക് ചെയ്യണോ? ചെക്ക് ചെയ്തു. എനിക്ക് എന്റെ ബേബിയെ മാത്രമേ ഇഷ്ടമുള്ളൂ. ആണുങ്ങളാകുമ്പോ 2-3 ഒക്കെ കാണും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നീ ആ വാട്സപ്പില് സ്റ്റിക്കറൊക്കെ ഒന്ന് കാണിച്ചേ. സത്യമല്ലേ? എന്റെ അമ്മോ, എന്റെ വാട്സപ്പ് സ്റ്റിക്കറൊക്കെ കാണണം. സ്റ്റിക്കറൊക്കെ കണ്ട അയ്യോ, സത്യമല്ലേ? ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലടാ. ഇപ്പൊ വെള്ളം അടിക്കും സീട്ട് അടിക്കുന്നൊന്നും അല്ല ചോദിക്കുന്നേ. വാട്സപ്പിലെ സ്റ്റിക്കർ കാണിക്കുക, അതാണ് പുതിയ ഐറ്റം. മനസ്സിലായോ? പെണ്ണ് കാണാനും പ്രേമിച്ച പെണ്ണിന്റെ അച്ഛനും അമ്മയോട് സംസാരിക്കാൻ പോകുന്നതിന്റെ അന്ന് നേരെ ഇത് സാധനം എല്ലാം ക്ലിയർ ചെയ്തിട്ട് പോവാ. മനസ്സിലായോ? ചാറ്റിനോടൊപ്പം സ്റ്റിക്കർ. അത് നമ്മൾ ചിന്തിക്കില്ല. ഈഗിൾ ബ്രോ ഗ്രൂപ്പിലൊക്കെ ഇടുന്ന സ്റ്റിക്കറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈഗിൾ ബ്രോക്ക് ചില സമയം ആണുങ്ങളോടാണ് ഇഷ്ടമുണ്ടോ? സത്യം, ഞാൻ ടിവിയുടെ ഗ്രൂപ്പിലിടുന്ന സ്റ്റിക്കറൊക്കെ എന്റെ അമ്മോ, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അയ്യോ,
എടാ ബഫറിംഗ് ഉള്ളവരെല്ലാം കിക്ക് അപ്ഡേറ്റ് ചെയ്യുക, ബഫറിംഗ് ഉള്ളവരെല്ലാം. പക്ഷെ പിന്നെ ഒരു കാര്യം, ഒരു ഉപദേശം എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്, പെണ്ണ് കാണാൻ പോകുമ്പോൾ ടെലഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇല്ലേ, അതങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ നമ്മളൊക്കെ അച്ഛനമ്മമാരൊക്കെ ആകുമ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നല്ലേ, മറ്റേ സിഗരറ്റ് വെള്ളോടി ഒന്നും അല്ല, നിന്റെ ഇൻസ്റ്റാഗ്രാം ടെലഗ്രാം ഇതായിരിക്കും ആദ്യം പറയണത്. അതങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്താൽ പകുതി പ്രശ്നം തീരും. അണ്ണാ ഇതിൽ കമന്റ് ചെയ്യുന്നവർ കേരളത്തിലുള്ളവർ തന്നെയാണോ? എന്താ ഈ അമ്മൂമ്മയൊക്കെ റിപ്പോർട്ടാക്കി വിട്. നോട്ട് സീൻ എ സിംഗിൾ താങ്ക്സ് ടു അമ്മ ഇതിൽ നിൽക്കണ്ട. സംഖ്യകളെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെ ഇരിക്കുന്നതിൽ നിങ്ങൾക്കൊക്കെ ഒരു പ്രശ്നവുമില്ലേ? അമ്മു ബായ് അല്ല, അമ്മു ബായ് ഉമ്മ. അമ്മു പിക്ക് കോള്. അല്ലല്ല ഞാൻ പറയാൻ കഴിച്ചു, ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഈ ന്യൂസ് ചാനലൊക്കെ കാണുമ്പോ ഓരോ കമന്റിൽ ഓരോ പുണ്ടച്ചികളൊക്കെ ഓരോ ഇടുന്നത് കാണണം കേട്ടാ. അതിന്റെ പുറകെ ഒലിപ്പിക്കുക. ഇത്രയും ദാരിദ്ര്യം ഉണ്ടോ, ഇത്ര സെക്ഷൽ ദാരിദ്ര്യം ഉണ്ടോ നമ്മുടെ നാട്ടില്? ന്യൂസ് ചാനലിലൊക്കെ പോയി ഒലിപ്പിക്കാൻ നാണമില്ലാത്ത പട്ടികളെ. എന്റെ അമ്മോ, ഇതേപോലെ കുറെ എണ്ണം ഉണ്ട് കേട്ടാ. ഇതൊക്കെ 100% ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മറ്റേ രോഗികളാ, മറ്റേ എന്തോരും പറയുന്നേ, ഈ ദുരന്തത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാർ എന്തായിരുന്നു പറയണേ? ഡിപ്രഷൻ അല്ല, അതാണോ ഡിപ്രഷൻ? അച്ചിപ്പട്ടി സാഡിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോപാത്ത് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഫുണ്ടുകളാണ് ഇത് ശരിക്കും പറഞ്ഞ. ഇവിടെ രക്ഷിക്കാൻ വരുന്നവരെ കുറെ പേരുണ്ട്, മതം കുത്തിക്കയറ്റുന്നവര്, കുറെ പേര് രാഷ്ട്രീയം കുത്തിക്കയറ്റുന്നവര്. എടേ ഇതൊന്നും നോക്കാതാണ് അവിടെ രക്ഷിക്കാൻ ആള് വന്നോണ്ടിരിക്കണ വയനാടൊക്കെ ആയിരക്കണക്കിന് ആൾക്കാര്. അവന്റെയൊക്കെ വർത്താനം. അണ്ണാ ഇത് ഞാൻ ചായപ്പൊടി കൊണ്ട് വരച്ചതാണ്, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. തഴുകുന്ന പാട്ടു ഞാൻ മറന്നേക്കുന്നരം ചായപ്പൊടിയ കുരുന്നു കുമ്പിളി ലേഖിടം കനിവാർന്ന സാന്ത്വനം പൈതലേ കീർത്തന താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. കീർത്തന താങ്ക് യു. പക്ഷെ അത്ര ചായപ്പൊടി കളയണ്ടായിരുന്നു കേട്ടോ. എത്ര ചായ ഇടായിരുന്നു. എന്റെ അമ്മയെ എന്തോ വരയ്ക്കുന്ന കണ്ടാലേ. എന്റെ അളിയാ, ഞാൻ മുമ്പേ പറഞ്ഞ സെയിം കാര്യമാണ് എനിക്ക് ഇതിലും പറയാനുള്ളത്. ഇതിലും മതം ഇങ്ങനത്തെ ലോകത്ത് എവിടെ എന്ത് ദുരന്തം നടന്നാലും അത് മനുഷ്യരാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും വരുമെന്ന് മനസ്സിലൊരു ബോധ്യം ഉണ്ടായാൽ മാത്രം മതി. ഒരു രാജ്യം 100% സേഫ് അല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒന്നെങ്കിൽ പ്രകൃതി വയസ്സ് അല്ലെങ്കിൽ രാജ്യം വയസ്സ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ തീരാവുന്ന അഹങ്കാരമേ ഉള്ളൂ നമുക്കൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും എൻഡ് ഓഫ് ദി ഡേ വേൾഡിൽ എവിടെ എന്ത് നടന്നാലും അതെല്ലാം എഫക്റ്റീവ് ആവുന്നത് മനുഷ്യന്മാരെയാണെന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിനക്കൊക്കെ. ഇതിനകത്തൊക്കെ മതവും രാഷ്ട്രീയം കുത്തിക്കയറ്റുന്നവന്മാർക്ക്. വാസവണ്ണ എന്റെ ഫ്രണ്ടാണ്, ഒന്ന് സപ്പോർട്ട്. गुनगुनाए मुस्कुराए छोटी मोटी बातों में मुंह फुलाए ये नजाकत मेरे आदत पास मुझे लाए नादानिया नादानी. കൊള്ളാം. അറ്റ്ഷിബിൽ ഗുഡ് ബ്രോ. ദ ആർട്ടിസ്റ്റ് ക്രിയേറ്റ് മൈൻഡ് ബ്ലോയിങ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ഇത് നമ്മൾ കണ്ടതാ, ഇത് നിങ്ങൾ കണ്ടായിരുന്നോടാ? ഇത്
ഒരു കോ-ലീഡറിന്റെ ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തത് വളരെ മോശമായി പോയി. ബിക്കോസ് ഈഗിളുടെയോ റിബലിന്റെയോ ബർത്ത്ഡേ ആണെങ്കിൽ ഇതുപോലെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഉറപ്പായി എല്ലാവരോടും ദേഷ്യപ്പെടും. ബർത്ത്ഡേ ഇടയ്ക്ക് സിറ്റുവേഷന് ചോദിക്കുമെന്ന് പറയണ ഈഗിള് പോലും ബർത്ത്ഡേ മൈൻഡിൽ കൺസേൺ ചെയ്തില്ല. അതൊക്കെ ആസ് എ TVA ഫാൻ വളരെ മോശമായി പോയി. പിന്നെ അവരുടെ ഇഷ്ടമാണ് അവരുടെ കൂടെയുള്ള എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന്. എനിവേ ഹാപ്പി ബർത്ത്ഡേ ചന്ദ്രബോസ്. അപ്പോ ഇതിന് ഒരു റിപ്ലൈ എനിക്ക് പറയാനുണ്ട് ഗൈസ്. ഞാൻ പറയാം. ഇത് ആസ് എ ഒരു TVA ഫാൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഓക്കെ, ഇന്നലത്തെ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം, TKRPയിലല്ല ഇപ്പൊ കളിക്കുന്നത്. TKRPയിൽ നമുക്ക് കുറച്ച് ഡെവലപ്പേഴ്സ് ഉണ്ടായിരുന്നു. കുറച്ച് ഡെവലപ്പേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇവിടുത്തെ കാര്യം, ഇവിടെ ഒറ്റ ഡെവലപ്പറേ ഉള്ളൂ. പുള്ളിയായിട്ട് നമുക്ക് വലിയ പേഴ്സണൽ ആയിട്ടുള്ള കോണ്ടാക്ട് ഒന്നും ഇല്ല. മനസ്സിലായോ? അപ്പൊ ഞങ്ങൾ ഇത് ഓൾറെഡി രായൻ ഇത് പോയി സംസാരിച്ചായിരുന്നു. ഞങ്ങളിത് ചന്ദ്രനോട് സംസാരിച്ചു. രായൻ പറ. അതായത് ലൈക്ക് പണ്ട് അതായത് നമ്മുടെ എന്തെങ്കിലും ഒരു പുതിയ പരിപാടി ചെയ്യുമ്പോൾ ലൈക്ക് മാപ്പ് ഡെവലപ്പിങ്ങിന് ആള് വേണം. പണ്ട് കോഡ് ഗോസ്റ്റ് എന്ന് ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളും നടന്നുപോയി. പക്ഷെ ഇപ്പൊ അവൻ പുറത്താണ്. എന്റെ ബർത്ത്ഡേക്ക് ഇവന്റ് സെറ്റ് ചെയ്ത പയ്യൻ അവൻ പുറത്തുപോയി. അവൻ ചെയ്യുന്നില്ല. കോഡ് ഗോസ്റ്റ് കൊറേ RP അടിപൊളിയാക്കിയ സത്യം പറഞ്ഞ TKRPയില് ഫ്രാങ്കും ബാബുവിനെ അറിയാതെ നല്ലപോലെ. ഫ്രാങ്കും നമ്മുടെ ഇവനും നിന്നിട്ടാണ് പല കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തിയിട്ടുള്ളത്. പക്ഷെ അതേപോലെ കണ്ടിന്യൂറ്റി നടത്തണമെങ്കിൽ നമുക്ക് അതിനായിട്ടുള്ള ഡെവലപ്പേഴ്സ് വേണം. അല്ലാതെ പണ്ടത്തെ കാര്യം റിപ്ലൈറ്റ് ആയിട്ട് ഇപ്പൊ പുതിയത് എന്തെങ്കിലും നടത്തണമെങ്കിൽ തന്നെ പെയ്ഡ് ആയിട്ട് 6000, 7000, 8000 രൂപ നമ്മൾ പൈസ കൊടുത്ത് സ്ക്രിപ്റ്റ് മേടിച്ചിട്ട് വേണം സെർവറിൽ കൊടുക്കാൻ. മനസ്സിലായി? ഇപ്പോഴത്തെ സ്ഥിതിയിൽ ലൈക്ക് മനസ്സിലായി 8000 എന്തൊരു സാധനം എടുത്താലും ആ ഒരു റേറ്റ് വരും ഒരു ഇതെടുക്കുമ്പോൾ. അല്ലെങ്കിൽ വല്ല ലീക്കുന്ന കാര്യങ്ങൾ എടുക്കണം. അത് നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും വീണ്ടും വരുന്നത്. ലീക്കൊക്കെ ഇപ്പൊ ഭയങ്കര റിസ്ക് ആണ്. അതുപോലെ തന്നെ ഗൈസ് ഞാൻ ഒരു കാര്യം പറയാം. ഇന്നലെ സിറ്റിയിൽ കയറിയപ്പം ഓൾറെഡി സിറ്റുവേഷൻ ട്രിഗർ ആയി കേട്ടാ. എന്നിട്ടും ഞാന് ബാബു കണ്ണാപ്പി ഞങ്ങൾ വന്നിട്ട് അവന് സിറ്റിയിലൊന്നും കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഒരു RP അവൻ്റെ കൂടെ ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾ 1 മണിക്കൂറോളം അവൻ്റെ കൂടെ നിന്ന് RP ആ PLന്റെ ഇടയ്ക്ക് RP ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. ഞാൻ അവനോട് ഓൾറെഡി കാര്യം ലൈവ് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞായിരുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി നമ്മുടെ. സത്യം പറഞ്ഞ ഇങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. ഒന്നാമത്തെ കാര്യം, സ്വർഗരാജ്യം ഇതുവരെ സ്റ്റേബിൾ ആയിട്ടില്ല. ഇന്നലത്തെ വാർ പോലും ഡ്രോപ്പ് ചെയ്യേണ്ട വന്നു. ചന്ദ്രൻ്റെ അടുത്ത് ഞങ്ങൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ചന്ദ്രൻ്റെ അടുത്ത് ആ കാര്യം ലൈവ് ഇടുന്നതിന് മുമ്പേ സംസാരിച്ചത്. അവൻ അതുകൊണ്ട് ഓൾറെഡി അറിയാം. അവൻ തന്നെ നിങ്ങളുടെ അടുത്ത് ഇന്നലത്തെ RP കണ്ടവർക്ക് മനസ്സിലാവും. അവൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ മറ്റേ ബെല്ലാരി ഒന്നും വിളിക്കണ്ട, മറ്റേ ഇതൊന്നും സെറ്റ് ചെയ്യണ്ട, അവരെയൊക്കെ അങ്ങനെ നിർത്തിയേരാ. അവൻ അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അവനെ വിളിച്ച് അവൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ഞാനിത് വെറുതെ ഇതായിട്ട് പറയല്ല. TVയിൽ ഓഡിയൻസ് ആർക്കെങ്കിലും ഫീൽ ബാഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കാര്യം എന്തോന്ന് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. എടാ എമൗണ്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യോ? ഇവിടെ കുറെ പേര് ചോദിക്കുന്നു. 2 lakh. ഹലോ, 2 lakh. ലെറ്റ്സ് ഗോ ഗൈസ്. 2 ലക്ഷം. 2 ലക്ഷത്തില് നമ്മള് ടാർഗറ്റ് ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ എത്തിക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ തുടങ്ങിയത് കേട്ടോ. 2 ലക്ഷം ആവുന്ന പ്രതീക്ഷയില്ല എത്രയും പെട്ടെന്ന്. 2 ലക്ഷം രൂപ നമുക്കിപ്പോ അക്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഗൈസ് ഇതാ ഇവിടെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ വേണേ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യും. ടെക്സ്റ്റ് യൂണിറ്റ് 10, 100,000, 1000 lakh. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. യൂണിറ്റ് 10, 100,000, 1000 lakh, 2 ലക്ഷം. ഇസക്കുട്ടി ഓ എന്നെ മാറ്റി എന്നിട്ട് അവിടെ കയറി ഇരിക്കുക. ഇസക്കുട്ടി എന്താണ് അവിടെ സംസാരം? ആച്ചുമാമന്ന് വിളി. വിളിക്കണ നിന്നെ വിളിക്കണ ചിതാ. ഹലോ പറഞ്ഞ ആച്ചുമാമ എന്താണ് ചോര്? ക്യാമറ ഇട്ടരാ. ക്യാമറ ഓണാക്കി വിളിപ്പിച്ച് കേക്കട്ടെ.
ക്യാമറ ഓൺ ആക്കട്ടെ. ടിവിയിലെ ആദ്യത്തെ തക്കടുവാവയായിരുന്നു, ആദ്യത്തെ തക്കടുവാവ. ഇപ്പൊ നമുക്ക് 2 തക്കടുവാവ ഉണ്ട്. കണ്ണൻ ചേട്ടന്റെ തക്കടുവാവയും ബാബുവിന്റെ തക്കടുവാവ. തക്കൊടുത്താ ഞാൻ പറയാം. TOS വെബ്കാം യൂട്ടിലിറ്റി കാണിക്കുന്നുള്ളടാ. ഹസന്റെ തക്കടാ. ഞാൻ കുറച്ചുകൂടെ വളർന്നു വലുതാവട്ടറാ. പക്ഷെ എന്നെ തന്നെ നമുക്ക് നോക്കാൻ പറ്റണില്ല എന്നാ പറയണം. അപ്പൊ പിന്നെ കുറച്ചും കൂടെ വളർന്നു വലുതായിട്ടെന്ന് വിചാരിച്ചു. അതേ വന്നു. ഇല്ല ക്യാമ ലൈവ് ഇതില് സംസാരിക്കേ ഇസമോളെ വെച്ച് സംസാരിച്ചോ, കുഴപ്പമില്ല. ഹലോ കേക്കാവോ? പറ. ഹലോ വാസു മാമയെ വിളിച്ചോ? വാസുവിനെ വിളിക്കുള്ളൂ, വാസു മാമാന്ന് വിളിക്കല്ലോ. വിളിക്കാൻ പറഞ്ഞാൽ ശരി, കളിക്കാൻ പറഞ്ഞാൽ ശരി, ഗെയിം കളിക്കാൻ പറഞ്ഞാൽ ചോദിക്കേ. വാച്ചിനെ നോക്കട്ടെ എന്നാ ക്യാമറ കാണിച്ചോടണ. നോക്കട്ടെന്നൊക്കെ എന്തൊക്കെയോ ചെക്കണ കേട്ടാ. എടാ ഇത്രയൊക്കെ സംസാരിച്ചു തുടങ്ങിയല്ലേ, എന്ത് പെട്ടെന്നല്ലേ സമയം പോണേ. പിന്നെ 2.25 വയസ്സായി. എയർസ്റ്റൈലൊക്കെ കണ്ട ചേംബറിന്റെ വീട്ടിൽ ഇവിടെ സൈഡിൽ ഒരു വെട്ടൊക്കെ ഒന്നുകൂടെ കാണിച്ചു ഹെയർ സ്റ്റൈൽ കാണിച്ചു കൊടുക്ക്. കൊള്ളാൻ ചോദിക്ക്. ഇല്ല നോയ്സ് സപ്രഷൻ ഉണ്ടടാ, മൈക്കിന്റെ നേരെ സംസാരിച്ചാലോ. കൊട പറയുന്നുണ്ട് കൊറേ നേരം 2 വട്ടം തന്നെ വാസുവാന്നൊക്കെ വിളിച്ചു. ഇനി വീട് കൂടുതൽ കൊട പറയരുത്. മതി, ഞാൻ ഇരുന്നോട്ട് മാറ്. നീ പറഞ്ഞ ഇവിടെ ഞാൻ വേറൊരു കാര്യോടെ പറയാം. ഇങ്ങനത്തെ ആൾക്കാർ സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കമന്റ് സെക്ഷനിൽ നോക്കിയാൽ കുറച്ച് തന്തയില്ലാത്ത പുണ്ടച്ചികള് സ്വന്തം അവന്റെ തന്തയുടെയൊക്കെ UPI ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട് പൈസക്ക് വേണ്ടിയിട്ട്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിൽ നിന്നൊക്കെ 1 രൂപ അതിനകത്ത് വന്നാൽ നിനക്ക് അതൊക്കെ ആശുപത്രി കളയാനേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കഴിച്ചു റീൽസിൽ വയനാട് ദുരന്തം എന്ന് പറഞ്ഞിട്ട് അവന്റെ വല്യമ്മച്ചിയുടെ മറ്റേ UPI QR കോഡും വെച്ചിട്ട് പൈസ കളക്ട് ചെയ്യുന്ന ഫണ്ടുകൾ എന്നുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ അതുകൊണ്ട് ബിവെയർ. നിങ്ങൾ എന്തെങ്കിലും ഒരു സോഴ്സിലോട്ട് പൈസ അയക്കുന്നതിന് തൊട്ട് മുമ്പ് അത് ജെന്യുവിൻ ആണോ അല്ലയോ ഒന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം അയക്കുക. സീരിയസ് ആയിട്ട് അങ്ങനെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കണം. ഒരു നമ്മുടെ നാട്ടിലെ മറ്റേ വിഷപ്പട്ടികൾ, നമ്മുടെ നാട്ടിലെ ഒരു സെക്ഷൻ വിഷപ്പട്ടികൾ ഇന്ന് നമ്മൾ നമ്മളിപ്പോ ഇത്രയും ഈ ഒരു കോൺട്രിബ്യൂഷനിൽ ഹെൽപ്പ് ചെയ്യുന്നവർ കൂടാതെ ഒരു സൈഡിൽ മറ്റേ മാറിയിരുന്നു മൂഞ്ചിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവന്മാരുണ്ട്. അവന്മാരെ ഒന്ന് ശ്രദ്ധിക്കുക, മനസ്സിലാവാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഉണ്ണികളെ ഒരു കഥ പറയാം. പിൻഗാമികളില്ലാത്ത നായകനും വില്ലനും ലൂസിഫറും, നരനിലും നാട്ടുരാജാവിലും കിരീടവും ചെങ്കോലും ഏന്തിയ രാജാവിന്റെ മകൻ ദ പ്രിൻസ്. എന്നും എപ്പോഴും ഈ വിസ്മയത്തിന് പ്രജയോടൊപ്പം ദേവാസുരന്മാരുടെ മിഴികളും സാക്ഷിയായപ്പോൾ കുരുക്ഷേത്രം മുതൽ വിഷ്ണുലോകം വരെ, ചൈന ടൗൺ മുതൽ അക്കരെയുള്ളവരെ പോലും വിസ്മയത്തുമ്പത്തിരുത്തിയ പവിത്രമായ ഈ നടന സർവകലാശാലയെ, ഈ വാലിഭനായ ഗ്രാൻഡ് മാസ്റ്ററിനെ, ഈ മോൺസ്റ്ററായ ബിഗ് ബ്രദറിനെ നമ്മൾ സദയം പ്രണയത്തോടെ വിളിച്ചു കമലദളം ചൂടിയ ഭഗവാൻ, ദൃശ്യങ്ങളുടെ ഉടയവനായ 6ാം തമ്പുരാൻ, മാന്ത്രികമായ അഭിനയ രസതന്ത്രങ്ങളിലൂടെ ഇവിടം സ്വർഗമാക്കിയ അധിപനായ നാടുവാഴിയായ ദേവദൂതനായ ഈ അസൽ രാവണ പ്രഭുവിന് മലയാളി മനസ്സുകളുടെ തേന്മാവിൻ കൊമ്പത്ത് എന്നും ആറാട്ടാണ്. 20ാം നൂറ്റാണ്ടിന്റെ തന്മാത്രയിൽ പോലും തന്മാത്ര എന്ത് പണമല്ലേ.
തന്മാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെ അമ്മോ, ഉത്സവം തീർത്ത് കന്മതമൂറും രസങ്ങളുടെ രാജശില്പിയായി, ഉസ്താദായി, അറബിക്കടലിന്റെ നരസിംഹമായി താണ്ഡവമാടുന്ന ഈ മായാമയൂരത്തിന്റെ പടയോട്ടം അതൊരു ഇന്ദ്രജാലമാണ്. ഉയരങ്ങളിൽ നിന്നും ആട്ടക്കലാശങ്ങൾ തീർക്കുന്ന ജീവന്റെ ജീവനായ ഞങ്ങളുടെ എമ്പുരാന് ലാലേട്ടന് വന്ദനം, ലാൽസനം. എന്റെ പൊന്നോ, ഹാപ്പി 64th ബർത്ത്ഡേ. 64 വയസ്സ് വരെ നമ്മൾ ജീവിച്ചു പോലെ ഇരിക്കൂലടാ. ഒരു സംശയം വേണ്ട കെവിനെ, ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. 50 വയസ്സാകുമ്പോ നമ്മളൊക്കെ കിടപ്പിലാവും. ഒരു സംശയം വേണ്ട, നോക്കിയിരുന്നോ നീ? എത്ര വരെ ജീവിക്കാണോ പ്ലാൻ ചെയ്തേക്കണേ? പിന്നെ എത്ര വയസ്സ് വരെ ജീവിക്കാനാ നീ പ്ലാൻ ചെയ്തേക്കുന്നത്? നമ്മുടെ ഇരിക്കുന്ന സാധനമല്ല. ഹലോ മച്ചാനെ, എന്താണ് പരിപാടി മച്ചാനെ? മച്ചാനെ, ആരാണ് നീ? ഏതാ നിങ്ങ എവിടെയാണ്? നമ്മളിവിടെ പണിയെടുക്കുവല്ലേ? പണിയെടുക്കുവാണെന്ന് മനസ്സിലായി. ഒരു ജോബ് ഉണ്ട് ബ്രോ. ജോബ് എന്താ? ബ്ലോ ജോബ്. എടാ ഈ ഫുഡ് ഞാൻ അതുകൊണ്ട് ഇവനെ അടുപ്പിക്കാത്തതുകൊണ്ട് ഇവൻ RP വന്നാലും എവിടെ വന്നാലും ഞാൻ ഇഗ്നോർ ചെയ്ത് കൊടുത്താണ്ട്. ഇവന്റെ അങ്ങനെ കുറച്ച് സാധനമുണ്ട്, മറ്റേ കൊച്ചി ഫ്ലയർ. മച്ചാനെ സാധനം വേണോ? ആ സാധനം കൊണ്ട് വരും, മനസ്സിലായോ? അത് അവന്റെ ഒരു പ്രത്യേക ഇതാണത്. ഇത് നമ്മൾ കണ്ട വീഡിയോ ആണ്. കയ്യിലോ M7 നെഞ്ചിലോ. മറ്റേ പയ്യനല്ലേ ഇത്? പണ്ടത്തെ കണ്ണിലോ തീപ്പൊരിയോ. മാപ്പാകെ അടിവെടി പുകച്ചു തരണ പടയുടെ അടിവരി പിഴുതിട്ട് വാക്കാലെ കൊണ മലരുകളുടെ മണിക്കൊടി കണ്ണാലെ എതിരവരുടെ കനവിലെ നിലവിന് പഴുതൊരു ചരട്ടിയുടെ സീനാണേ മാസാണേ. നട്ടല്ലിനുറപ്പുണ്ടേൽ വാടെ ഇല്ലെങ്കി മുമ്പിന്ന് പോട്ടെ. നട്ടല്ലിനുറപ്പുണ്ടേൽ വാടെ ഇല്ലെങ്കി മുമ്പിന്ന് പോ. പയ്യന്റെ റാപ്പൊക്കെ തുടങ്ങി. എവിടെ തുടങ്ങിയാണ്? 30 seconds ഓഫ് കംപ്ലീറ്റ് ഹൂക്ക്. നാട്ടതിന്റെ അച്ഛൻ തന്തയ്ക്ക് പറഞ്ഞോടാ. പിന്നെ തന്തയുടെ പേര് പറഞ്ഞ എന്ത് പറയും? ഞാൻ ആരാന്നറിയോ? ദൈവമൊന്നുമല്ലല്ലോ. കരിമ്പായുടെ ആളാ. ആനയെ പേടിക്കാം, ആന പിണ്ടത്തെ പേടിക്കാൻ പറ്റില്ല. സത്യം, കരിമയുടെ കിണ്ടി പേടിക്കുന്നല്ലേ? നിന്നെ ഞാൻ എടുത്തോളാം, എടുക്കണ്ട, ഞാൻ നടന്നോളാം. മതി എവിടുന്നോ വന്ന് 10 സെക്കൻഡ് ഹൂക്ക് ഒരു തല്ല് വെച്ചിട്ട് പോയിട്ടോ. അപ്ഡേറ്റ് എല്ലാരും ചോദിക്കുന്നു. 45 minutes അപ്ഡേറ്റ്. ട്രെയിനിന്റെ സൗണ്ട് ഒക്കെ പയ്യൻ പോയി. എത്ര? 2,20,000 ഗൈസ്. 2,20,000. നോർമൽ ഡേ വിത്ത് ബാബു എന്ന് ഇവിടെ എല്ലാരും പറയണം. നമ്മള് ഈ പരിപാടിയൊക്കെ നിർത്തി. നമ്മള് നന്നായി. സരക്കെ
തർക്കണ ഡീസന്റ്. 2,20,000 കേസ് 2,20,000. ഓക്കെ, നമുക്ക് മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന എമൗണ്ട്. നമ്മുടെ ഈകളെ മറ്റേ ഏതിനായിരുന്നടാ നമ്മൾ അന്നൊരു വലിയൊരു ഒരു ചാറ്റ്, നമ്മളൊരു വലിയൊരു ചാറ്റ് എമൗണ്ട് റൈസ് ചെയ്തായിരുന്നല്ലോ നമ്മളെല്ലാരും കൂടി ഒന്ന് സ്ട്രീം ചെയ്ത്. അത് മറ്റേ കുറച്ചാൾ മുമ്പാണ് എന്തോ ഒരു കേസ് നമ്മൾ ചെയ്തായിരുന്നു. അത് വലിയൊരു എമൗണ്ട് ആയിരുന്നു നിന്റെ ഒരു ഓർമ്മയിൽ, എനിക്കതൊന്നും ഓർമ്മ അല്ലേ? അത് എത്ര ഉണ്ടായിരുന്നു അന്നത്തേത്? അന്ന് എനിക്ക് നല്ലൊരു എമൗണ്ട് ആയിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എന്തായാലും കാരണം ഞാന് നമ്മളെല്ലാരും കൂടി ഒന്ന് ചെയ്ത് നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. പാബ്ലോടെ ഇത് വേണ്ടിയിട്ടാണോ? പാബ്ലോടെ ഉമ്മടെ ഇതിനാണ് അതാണെന്ന് തോന്നുന്നല്ലേ? പാബ്ലോടെ തോന്നുന്നല്ലേ? അതെ അതെ, അതാണ് ലാസ്റ്റ് ചാറ്റ് സ്ട്രീം. അതാണ് അതെ. കണ്ണാപ്പി ഇത് ഏത് ഇൻസ്ട്രുമെന്റ് ആടാ? ഇത് വയലിൻ. അണ്ണാ ഞാൻ പഠിച്ചാണ വയലിൻ. ശരിക്കും അണ്ണന്റെ ഇവിടെ വയലിനൊക്കെ ഇരിപ്പുണ്ട്. 10,000 രൂപ വയലിനൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. നീ ഒന്ന് വായിച്ചേ. ഞാൻ ഇപ്പൊ എടുത്തിട്ടാണ് ഈ വീഡിയോ സപ്തസ്വരങ്ങൾ. നമ്മള് പരിപാടി ഇഫനായിരുന്ന ഒരു സമയത്ത് വയലിനാണിത്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്തിരിക്കുന്നതല്ലേ? കൊള്ളാല്ലേ? കൊള്ളാം. കണ്ണാപ്പി കുക്കിംഗ് വരും. ഡെൽറ്റ 3 ലാഖ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈഗിൾ ഗെയിമിങ്. അന്ന് 3 ലക്ഷം രൂപ അടുപ്പിച്ചടാ. ഇത് ഗിത്താർ അല്ലേ? എടാ ഇത് ഗിത്താർ അല്ലടാ, ഇത് വയലിനാടാ. ഇത് ഗിത്താറാണോ? അല്ലല്ല, സൗണ്ട് കേട്ടറിഞ്ഞു. ഇത് വയലിനാണ് കഴിച്ചത്. എനിക്ക് തോന്നുന്നു ഇത് വയലിനാണ്. ഇത് ഗിത്താറൊന്നും അല്ല. ഇത് ഗിത്താർ കോല് വെച്ചാണ് വായിക്കണേ, കൈ വെച്ചല്ലേ വായിക്കണേ. സത്യം തർക്കിയാണ് വീണ. ദ റേസിംഗ് വീൽ ആൻഡ് സെറ്റപ്പ്. എടാ മോനെ, ഈ സാധനം ഉണ്ടെങ്കിൽ VR വെച്ച് കളിക്കണം. ഇത് വെറുതെ സ്ക്രീൻ നോക്കി കളിക്കരുത്. ഇത് VR വെച്ച് കളിക്കണം. ഇത് എന്ത് എടാ, ഇത് കളിക്കാൻ തന്നെ 1 ഏക്കർ സ്ഥലം വേണം. ഇത് കളിക്കാൻ തന്നെ വേറൊന്നും ഇല്ല. എടാ പോടാ. ഞാനിവിടെ ഞാനിവിടെ ദുബായ് മോളില് ഒരു ദിവസം അവിടെ പോയി ചോദിച്ചപ്പം നോർമൽ മറ്റേ ഫീഡ്ബാക്ക് ഒക്കെ ഉള്ള ഒരെണ്ണം സെറ്റ് ചെയ്യാന് എല്ലാം കൂടെ ഡിസ്പ്ലേ അടക്കം എല്ലാം കൂടി 12 ലക്ഷം രൂപയാണ് അവര് പറഞ്ഞത്. 12 ലക്ഷം. അലക്കിന്റെ വില പോയി. ഒറിജിനലാണ് സത്യം പറയാൻ ഞാൻ പാലാരിട്ടത് കണ്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് റീൽസിലൊക്കെ കമന്റ് ഇട്ടേക്കുന്ന റിബലിന്റെ ഡയലോഗ് ഈ ബ്രോയെ ഞാൻ പാലാരിട്ടത് കണ്ടിട്ടുണ്ടെന്ന്. അത് പാർട്ട് ടൈം ജോബ്. കേരളത്തിലെ ആദ്യത്തെ യംഗസ്റ്റ് റിച്ചസ്റ്റ് ഓണർ. അതൊക്കെ എങ്ങനെ എടുത്തതാ? വയലിൽ വായ്പാട് ജോലി ചിന്ന റാണി ചിന്ന റാണി പശിക്കിരണ്ണ പശിക്കിന് കഥോടെ വൈരുന്നത് നശിച്ചു വന്നു. മൈ ആർട്ട് 8 years ago. 8 വർഷം മുമ്പ് ഇയാൾ ഇങ്ങനെ വരയ്ക്കുന്നെങ്കിൽ
എന്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. ഇത് പുള്ളി ഫോട്ടോ എടുത്തതാണോ ഇതൊക്കെ? വരച്ചതാ വരച്ചത്. പ്രിന്ററൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ആയിരിക്കും അല്ലേ? അങ്ങനെ തന്നെ ബാബു. പാപ്പച്ചന് ഇപ്പൊ യോറ എടുത്തോണ്ട് വന്നാലും കഷ്ടം കളിക്കാൻ. ഇത് വരച്ചതാണ്. പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, കണ്ടിട്ടുണ്ട്. ഗൈസ്, ഈ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് ഫോർവേഡ് ചെയ്ത് തരുമോ? വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നല്ലൊരു സംഭവം നടന്നു. എന്താടാ? റൈഡ് പോയി കേട്ടാ കേട്ടാ. ഞാൻ കുറച്ച് ചുമത്തേക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ആ പെണ്ണ് ഫോളോ ചെയ്ത്. പെണ്ണിന്റെ അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കണേ. സാഷ വെസ്റ്റ് _official. നമ്മളിന്ന് നല്ലൊരു ദിവസത്തെ സ്ട്രീമാണ്. ഇന്നത്തെ സ്ട്രീം അവസാനം നമുക്ക് ഏതെങ്കിലും ഒരു നല്ല സ്ട്രീമർക്ക് ഹോസ്റ്റ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു ദിവസമായിട്ട് അതുകൂടെ ചെയ്യാം. എന്തായാലും നല്ല സ്ട്രീമർ ഒരു മെസ്സേജ് മാത്രമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എനിക്ക് ഒരു എക്സ്പെക്ടേഷൻ ഇല്ല ബാബു. എനിക്കങ്ങനെ എക്സ്പെക്ടേഷൻ ഇല്ല. ഒരാൾ രക്ഷപ്പെടുന്നത് രക്ഷപ്പെട്ടു, അത്രേ ഉള്ളൂ. നമുക്ക് വേറെ അതിൽ കൂടുതൽ വേറെ ഒന്നും ഇല്ല. ഇപ്പോഴത്തെ സ്റ്റോറിയാണ് കണ്ടത്താ. അക്കൗണ്ട് ഷെയർ ചെയ്തപ്പോ കാണുമല്ലോ. പേരെന്തോ? ബാക്കി കാണാം. ഇനി നമുക്ക് എല്ലാ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. ബർത്ത്ഡേ ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ അയച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ അതെന്തുവാ? അയ്യോ ഒന്നും അറിയാത്തില്ല. കുഞ്ഞവൻ ചെവി മറ്റേ പാന്റിന്റെ അകത്തൊരു കൈ ഇട്ട് കേട്ടാ. അപ്പഴത്തേക്ക് അല്ല വെളിയിലിട്ട് സാധനം വെളിയിലിട്ട് അപ്പഴത്തേക്ക് പയ്യൻ ചേട്ടാ അണ്ണാ ഞാൻ സ്ക്രീനില് ഫോളോഡ് ബൈ SP4 വെയിറ്റ് ചെയ്യുന്നു. അല്ല ഞാൻ ഫോളോ ചെയ്തതിന് അർത്ഥമുണ്ട്. 57 നീ എന്തിനു ഫോളോ ചെയ്തു? സപ്പോർട്ട് ചെയ്തേ. ഇത് കിടല സെറ്റപ്പാണ്. ഇത് അടിപൊളി. ഇത് നല്ല ഒരു വൈഡ് ഒരു മോണിറ്റർ എടുക്കുക. അതാ ഈ ഫീഡ്ബാക്ക് വരുന്ന സിനിമനെ എന്തായി തീരാ. എന്നാ വേഗം ചെയ്ത് വേഗം. നീ ഇവിടെ വേണ്ട. Soulage reste à gauche sur 150 mètres. Ciel et 50 mètres. Cachet, épingle gauche. Dans droite 6 long, 50 mètres. Gauche 6 sur ciel, dans droite 6. Reste à gauche sur... ഇങ്ങനൊരു സെറ്റപ്പ് ബിൽഡ് ചെയ്യണോടാ. എടാ വയലിന് എന്തിനാ കണ്ണാപ്പി? മറന്നു വേണ്ട. എന്തായാലും ഞാൻ ട്രൈ ചെയ്യാം. സിനിമ എന്തിയാ? സിനിമ എന്തിയെ? താഴെ പോയി പണിയാൻ. സ്റ്റീവായിട്ട് പണിയാൻ പോയി. സിനിമനെ ഒരു സാധനം ഇപ്പൊ വരും. ഒന്ന് എടുത്ത് വെച്ചോട്ടാ. അതാ ഇപ്പൊ വരും ഒരു സാധനം. ഇപ്പൊ ഇവിടെ ഡി.സിയില് ക്യാമ ഇപ്പൊ വരും ഒരാളുടെ. കണ്ടിട്ട് പോയി.
സ്റ്റേജ് എനിക്ക് ഏത് പാട്ട് കാണും? നിനക്ക് ഇഷ്ടമുള്ള അവന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്ക്, കഴിവറവൻ മായപ്പൊന്മാൻ. കരുത്തുള്ള ചാവല്ലോ നീ കുത്തിക്കഴിച്ച്. അത് തലവെച്ചുള്ള സാധനമില്ല. നീ എവിടെ വെക്കാൻ നോക്കുന്ന? അല്ലല്ല ഇതെന്റെ കറക്റ്റ് പുതിയത് പോലെ ഇരിക്കുന്ന കേട്ടോ, ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. ഇവ എന്താ താടി വെച്ച് വായി താങ്ങി പിടിച്ചിരിക്കുന്നു. ഏത് വേണം? ജ്ഞാപകം മതിയോ? ജ്ഞാപകം മതി. ജ്ഞാപകം മതി. ഇത് കഴിയുമ്പോ ഇത് കഴിഞ്ഞിട്ട് നിനക്ക് ജ്ഞാപകം വേണം. നമുക്ക് ഭാവിച്ചതല്ല, ഇതാണ് വായിക്കുന്നത്. ഞാൻ ഭാവിച്ചതല്ല. നമ്മള് പറഞ്ഞതേ ഇതിന്റെ അടുത്ത് മരണ വീട്ടിൽ പോയിട്ട് മരണ വീട്ടിൽ സെന്റീസോ ഇടാനല്ല പറഞ്ഞത്. എല്ലാവർക്കും പറ്റും. ഏത് പാട്ട് വേണം? ഏത് പാട്ട് വേണം? നിനക്ക് പറ്റുന്നത് ഗുണ്ണ മാമി. പല്ല് ലഭിക്കുന്നതാണ് കടാവി കൊടുക്കുന്നു. കഴുത്ത് കുറഞ്ഞങ്ങ് ചത്തായിരുന്നെങ്കിൽ അവനാകെ ഒരു സമയത്ത് ഒരു കമ്പി കൂടുതൽ അവന്റെ തട്ടത്തില്ല. എടാ ഒരു കാര്യം ചെയ്ത് ഇതിന്റെ സാമാനം എന്നിട്ട് അതിട്ട് വരാ. ഇതിൽ നമുക്ക് ആകെ പറ്റി വായിക്കാൻ പറ്റുന്ന മറ്റേ അമ്പലത്തിലൊക്കെ പോകുമ്പോഴാണ് മറ്റേ ഈ മറ്റേ മണ്ണാർശാല അമ്പലത്തിലൊക്കെ പോകുമ്പോ മറ്റേ അവര് പാടുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ മറ്റേ എങ്ങനെ പറഞ്ഞില്ല, മറ്റേ സർവ്വദേവകളെ നമ്മളെ കാത്തോടെ എന്റെ നാള് പറ. ഉത്രാളം നാളിൽ ജനിച്ച വാസുരെ സർവ്വദൈവങ്ങളെ കാത്തിരക്ഷിക്കണേ. ഉത്രാളം നാട് ജനിച്ച വാസുരന്റെ സർവ്വദൈവങ്ങളെ കാത്തിരക്ഷിക്കണേ. നാഗരാജാവ് നിങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും കാണുന്നതാണ്. മനസ്സിലായി. നീ ജീവിക്കും കേട്ടാ, നീ ജീവിക്കും. നീ എങ്ങനെയാണേലും ജീവിക്കും. നീ എവിടെ പോയാലും ജീവിക്കും കേട്ടാ. കമ്പി കുറച്ച് സ്ട്രോങ് അല്ല. രണ്ടെണ്ണം വായിച്ച് രണ്ടെണ്ണം ഓടിക്ക്. ഇത് പോയി, ഇത് ഈ സൈഡ് പോയി. ഇത് റെഡിയാക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഇത് ആ കൊച്ചുണ്ടായിരുന്നു പോടാ. ഇതൊക്കെ കൂടിയതാണ്. ഇത് ആനവാൽ അല്ല, കുതിരവാൽ. പറഞ്ഞിട്ട് കാര്യമല്ലോ, പട്ടിവാല പോലും പിടിക്കാറിയാത്തല്ലേ കിട്ടിയത്. അണ്ണാ ഞാൻ ഒരു വർഷം പഠിച്ചുള്ള കുറച്ചുകൂടെ ജ്ഞാപകം. ഞാൻ 365 ദിവസം പോയിട്ട് നീ ഇതാണ് പഠിച്ചെങ്കിൽ എന്റെ ആളിയാ. അണ്ണാ ടച്ച് വിട്ട് അണ്ണാ ഇതേ നമ്മള് സീരിയസ് ആയിട്ട് നമ്മള് സാരികാമയൊക്കെ വായിക്കും. വേണം കേട്ടോ, സാ കേൾക്കണോ? സാ കേട്ടോ, മൈക്ക് എടുത്ത് വെച്ചാൽ വെയിറ്റ്. സാധായിട്ട് തോന്നില്ല അണ്ണാ, ആ ഇനി അടുത്ത രീ കേട്ടോ അണ്ണാ. ഒന്നുകൂടെ ഇപ്പൊ വീട്ടിൽ ഡിസ്കോഡ് ഇത് ഓഫ് ചെയ്യടാ. എന്ത് വലിയ പക്ഷെ പിയാനോ ആയിരുന്നു ഞാൻ വായിക്കണം. പിയാനോ ഇവിടെ എത്രയാണ്? 2,25,000. കേക്കാവോ? കമോൺ ഗൈസ്, നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യൂ ഗൈസ്. അതെ, നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കാതെ ഇവിടെ കേൾക്കാൻ പറ്റൂലടാ. ജസ്റ്റ് ഒന്ന് ഇത് പറഞ്ഞല്ലോ, നമ്മൾ അതിന്റെ കാര്യം വിട്ടുപോകുന്നത്. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ പുതുതായിട്ട് വന്നവരുണ്ടെങ്കിലൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതെ, വയനാട്ടിലെ ആ ഒരു ഡിസാസ്റ്ററിന്റെ പേരിൽ നമ്മൾ പറ്റുന്ന ഒരു ഹെൽപ്പ് നമ്മളെ കൊണ്ട്
ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാറ്റ് സ്ട്രീം പോലെ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും പറ്റുന്ന നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു എമൗണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നമ്പറിലേക്കായിട്ട് ഒന്ന് ചെയ്യുക. പറ്റുന്നത് അത്രേ പറയുന്നുള്ളൂ. അത് 1 രൂപയാണെങ്കിൽ 1 രൂപ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക ഗൈസ്. ഒരു വലിയൊരു സപ്പോർട്ടായിരിക്കും. അതെ ഗൈസ്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന, അതായത് എന്താണല്ലേ നിങ്ങൾ ഈ റീചാർജിന് അതിൽ നിന്നൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു എമൗണ്ട്, ഒരു 10 രൂപയെങ്കിൽ 10 രൂപ അതിലേക്ക് അയക്കുക. നമ്മൾ ഈ എമൗണ്ട് ഡിസേർവ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ എത്തിക്കും. അപ്പോൾ താങ്ക് യു. കമ്പി കോല് പറയും ആർട്ടിസ്റ്റ്. നീ ഇതിന്റെ പേര് ചീത്ത വിളിക്കുമ്പോ അണ്ണന്റെ ഫേസ് ക്യാം വെക്കും. ഒരു ആർട്ടിസ്റ്റിന് ഇൻസ്റ്റന്റ് ഫേസ് ക്യാം ഓഫാക്കി കളഞ്ഞ് ഇതിന് നല്ല ശബ്ദം വരും. മറ്റേ നമ്മൾ തറ ഉടയ്ക്കുമ്പോഴും മറ്റേ ഇത് കഴിക്കുമ്പോഴും ഇതെടുത്ത് വെച്ച് വായിക്കണം കുറെ നേരം കൊണ്ട്.